ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പൊക്കവട ഉണ്ടാക്കിയാലോ. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ വീടുകളിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു എണ്ണ പലഹാരമാണിത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിനായി ഒരു ബൗളിൽ 1 കപ്പ് കടലപ്പൊടി എടുക്കുക. അതിലേക്ക് 2 വലിയ സ്പൂൺ മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിനുശേഷം ഇതിലേക്ക് കുറച്ച് സോഡപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ ഉപയോഗിച്ച് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വലിയ ഉള്ളി, ഇഞ്ചി, മല്ലിയില, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഏകദേശം ഈ പരുവത്തിലാണ് നമുക്ക് ഇതിനുള്ള മാവ് വേണ്ടത്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ വറുത്തെടുക്കാം. ഇതിനായി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ കുറേശ്ശെയായി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ സ്പൂൺ കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം മാത്രം ഇടുക, അല്ലെങ്കിൽ അടിയിൽ പോയി പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഇട്ടതിന് ശേഷം തീ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞു പോകും, ഉള്ളു വേവത്തുമില്ല. അതിനാൽ മീഡിയം ഫ്ലെയിമിൽ മാത്രം വേവിക്കുക. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കുക. ഇതുപോലെ ബ്രൗൺ കളർ ആവുന്നതുവരെ നന്നായി എണ്ണയിൽ വറുത്ത് കോരുക. ഇപ്പോൾ നമ്മുടെ പൊക്കവട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കുവാനുള്ള മല്ലിയില ചട്നി റെഡിയാക്കാം. ഇതിനായി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്,
അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയില, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അരക്കുവാൻ ആവശ്യമായ കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് ഇത് നന്നായി അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ മല്ലിയില ചട്നി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മൾ ഉണ്ടാക്കിയ പൊക്കവട, മല്ലിയില ചട്നി, ടൊമാറ്റോ സോസ് എന്നിവയുടെ കൂടെ വളരെ രുചികരമായി കഴിക്കാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണ് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. Thank you for watching my video.